ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗാസ്ട്രിക് ജ്യൂസസ്. ഗാസ്ട്രിക് ജ്യൂസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക് വാളിലെ ലൈനിങ്ങിൽ നിന്നുള്ള ഗ്ലാൻസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചില പ്രത്യേക എൻസൈമുകളുണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. അത്തരം ഡൈജസ്റ്റീവ് എൻസൈമുകളെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡുകളെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഗാസ്ട്രിക് ജ്യൂസസ്. പ്രധാനമായിട്ടും 3 ഗാസ്ട്രിക് ജ്യൂസസ് ആണ് നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തേത് HCl, രണ്ടാമത്തേത് പെപ്സിൻ, മൂന്നാമത്തേത് മ്യൂക്കസ്. HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ ആസിഡിക് പ്രോപ്പർട്ടി ഉള്ള HCl ഫുഡിലൂടെ എൻ്റർ ചെയ്യുന്ന ജേംസിനെ മൊത്തം കില്ല് ചെയ്യുകയും അതിനോടൊപ്പം മറ്റ് എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ആളായിട്ടുള്ള പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടിയോലിറ്റിക് എൻസൈമാണ്, അഥവാ പ്രോട്ടീൻ ഡൈജഷനിൽ സഹായിക്കുന്ന എൻസൈമാണ്. ഇത് പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ പെപ്സിന് തന്നെ ഒരു ഇനാക്റ്റീവ് ഫോം ഉണ്ട്, അതാണ് പെപ്സിനോജൻ. സോ പെപ്സിനോജനെ ആക്റ്റീവ് ആക്കി മാറ്റുന്നത്, ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനാക്കി മാറ്റുന്നത് ആക്ച്വലി HCl ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, HCl ജേംസിനെ കില്ല് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ മറ്റ് എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ HCl ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഈ പറയുന്ന pepsinogen. So pepsinogen is converted into pepsin by the action of HCl, and pepsin converts or digests the proteins into peptides. Okay. Then mucus. Mucus എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ്. HClന്റെ അസിഡിക് ആക്ഷനിൽ നിന്നും സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമക് വാളിൽ ഒരു ലൈനിങ് പോലെ, ഒരു കോട്ടിങ് പോലെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അല്ലെങ്കിൽ ലൈനിങ് ആണ് ഈ പറയുന്ന മ്യൂക്കസ്.